ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വാളിറ്റീസ് ഓഫ് വിന്നിങ് സെയിൽസ് പ്രൊഫഷണൽസ് ഫിസിക്കൽ മെൻ്റൽ സോഷ്യൽ ആൻഡ് ക്യാരക്ടർ ട്രേറ്റ്സിനെ പറ്റി നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സൈറ്റിലും അതുപോലെ മറ്റേ സൈറ്റ് മീൻസ് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിൽ നിന്നൊക്കെയാണ് നോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ആഡിക്വേറ്റ് പോയിൻറ്റ്സ് വളരെ കുറവായിരുന്നു, അതായത് വേണ്ടത്ര പോയിൻറ്റ്സ് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ തന്നിലേക്ക് ടെക്സ്റ്റ് കിട്ടി. ടെക്സ്റ്റ് നമ്മുടെ അയനയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് വാങ്ങി. അപ്പോൾ ടെക്സ്റ്റിൽ വളരെയധികം വിശദീകരിച്ചുകൊണ്ട് ഇതിൽ പല ടോപ്പിക്കുകളും പറയുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ക്വാളിറ്റീസ് ആണെങ്കിലും മെൻ്റൽ ക്വാളിറ്റീസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും കുറച്ചും കൂടി അധികം വിശദീകരിച്ച് ഇതിൽ പറയുന്നുണ്ട്. സോ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി സന സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പോയിൻറ്റ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓരോന്നിൻ്റെയും കീഴിൽ ഓരോ ക്വാളിറ്റീസിൻ്റെയും കീഴിൽ പോയിൻറ്റ്സ് വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ഇത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് നോക്കാം, അത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. കാരണം നോട്ടിലുള്ളത് നോക്കാൻ നിൽക്കണ്ട, കാരണം അതിൽ പോയിൻറ്റ്സ് വളരെ കുറവായതുകൊണ്ടാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വിശദീകരിച്ച് എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ എത്ര മാർക്കിനാണോ ചോദ്യം വരുന്നത് അതിനനുസരിച്ച് നമ്മൾ എഴുതേണ്ടി വരും. ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റിലെ ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന കണ്ടൻറ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, മറ്റേത് നോക്കണമെന്നില്ല. ഓക്കെ. സോ നിങ്ങൾ ഈ ക്ലാസ് കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. സോ ക്വാളിറ്റീസ് ഓഫ് വിന്നിങ് സെയിൽസ് പ്രൊഫഷണൽസ്. ഒരു സെയിൽസ് പ്രൊഫഷണലിന് അത്യാവശ്യമായി വേണ്ട ക്വാളിറ്റികൾ, സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം, ക്വാളിറ്റീസ് പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്: ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് ക്യാരക്ടർ. അതെ, ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ശരീര സംബന്ധമായ സവിശേഷതകളാണ്. മെൻ്റൽ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പല കാര്യങ്ങളാണ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങൾ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം, സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. സോ നമുക്ക് ഓരോന്നായി നോക്കാം. ഫിസിക്കൽ ക്വാളിറ്റീസിൽ ഒന്നാമത്തെയാണ് സൗണ്ട് ഹെൽത്ത്. സൗണ്ട് ഹെൽത്ത് ഇംപ്ലൈസ് ദാറ്റ് എ സെയിൽസ്മാൻ ഷുഡ് പോസസ് ഫുൾ വിഗർ ഓഫ് ബോഡി ആൻഡ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസീസസ്, സ്റ്റാമിന, സ്മാർട്ട്നെസ് ആൻഡ് എൻഡ്യൂറൻസ്. ഇവിടെ എന്താ പറയുന്നത്? സൗണ്ട് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത്രയേ ഉള്ളൂ. ഒരു സെയിൽസ്മാൻ വളരെയധികം ആരോഗ്യവാനായിരിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നും അങ്ങനെ ബാധിക്കുന്ന ഒരാളാവരുത്, അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരാളാവണം. അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന ഒരാൾക്ക് സെയിൽസ് പ്രൊഫഷണൽ ആവാൻ പറ്റില്ല, നല്ലൊരു സെയിൽസ് പ്രൊഫഷണൽ ആവാൻ പറ്റില്ല അല്ലേ. കാരണം എന്താ? ഇടയ്ക്കിടയ്ക്ക് പനി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ പനിയും വെച്ച് അയാൾ ജോലിക്ക് പോയാൽ തന്നെ എന്താ, അയാൾക്ക് കസ്റ്റമേഴ്സിനോട് സംസാരിക്കാനൊന്നും ശരിക്കും പറ്റിക്കോളണമെന്നില്ല. കാരണം സൗണ്ട് പോയിട്ടുണ്ടാവാം, ജലദോഷം ഉണ്ടാവാം, തൊണ്ടവേദന ഉണ്ടാവുമ്പോൾ എന്താ, നമുക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ നല്ലൊരു ഹെൽത്ത് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ സ്റ്റാമിന, സ്മാർട്ട്നെസ്, എൻഡ്യൂറൻസ് ഒക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ. അത്രയും സ്റ്റാമിന ഉള്ള ഒരാളാവണം, അത്രയും ഓടിച്ചാടി നിൽക്കാനുള്ളൊരു കഴിവെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് അത്രയും അത്യാവശ്യമാണ് ഒരു സെയിൽസ് പ്രൊഫഷണലിന്. ഇനിയിപ്പോൾ nevertheless if the salesmen are deficient of adequate physical energy they can develop these qualities. ഇവിടെ എന്താ പറയുന്നത്? ഒരു സെയിൽസ്മാന് ഇപ്പോൾ ഈ പറയുന്ന സവിശേഷതകളൊന്നും ഇല്ല എങ്കിൽ അത് അവർക്ക് ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ? പ്രോപ്പർ ഡയറ്റിംഗ്, എക്സസൈസ്, റെസ്റ്റ്, പീരിയോഡിക്കൽ മെഡിക്കൽ കൺസൾട്ടൻസി.
അതെന്താ പറയുന്നത്? പ്രോപ്പർ ഡയറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതെ, ആഹാരം നല്ല രീതി നിയന്ത്രിക്കുക, അതായത് വലിച്ചു വാരി തിന്നാതെ എന്ത് ചെയ്യുക, ശരീരത്തിന് എത്രത്തോളം ആഹാരം വേണമോ അത്രത്തോളം കഴിക്കുക. അതുപോലെ എക്സസൈസ്, ശരിയായ വ്യായാമം. അതെ നമുക്കറിയാലോ അല്ലേ, ഇപ്പോൾ നമ്മുടെ ശരീരം അത്രയും ഫിറ്റായിട്ട് നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, വ്യായാമം ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിനാണല്ലോ നമ്മളൊക്കെ ജിമ്മിലും മറ്റ് ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ ഹെൽത്ത് സെൻറ്റേഴ്സ് അല്ല, എന്തിനു പറയുക, ജിമ്മ്, അതുപോലെ സൂംബ ഒക്കെ അതിനാണല്ലോ. കാരണം എന്താണ്, നമുക്ക് ഹെൽത്തി ആയിരുന്നാലേ നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഏത് ജോലിയാണെങ്കിലും, ഇപ്പോൾ സെയിൽസ് തന്നെ ആണെന്നില്ല, ഏത് ജോലിയാണെങ്കിലും നമുക്ക് അത്രയും ആരോഗ്യമുണ്ടെങ്കിലേ നമുക്കത് കാര്യക്ഷമമായി ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ വളരെയധികം ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു സെയിൽസ് പ്രൊഫഷണൽ എന്താ ചെയ്യേണ്ടത്? ആഹാരം നിയന്ത്രിക്കണം, ആവശ്യത്തിന് വ്യായാമം കൊടുക്കണം. ഇനി വ്യായാമം ഓവറായാലും പ്രശ്നമാണ്, അത്രയധികം വേണ്ടത്ര പരിശ്രമം കൊടുക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പും നടത്തുവാനായി ശ്രമിക്കുക. സോ അതാണ് എന്ത് സൗണ്ട് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിസിക്കൽ ക്വാളിറ്റീസിൽ ഒന്നാമത്തെയാണ് സൗണ്ട് ഹെൽത്ത്. ഇനി അടുത്തത് നോക്കുക, ഗുഡ് പോസ്റ്റർ. Posture means the position of body when he stands, sits or moves. When a salesman stands erect with upright and balanced body, he looks confident and elegant. So, physical qualitiesലെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഗുഡ് പോസ്റ്റർ. ഗുഡ് പോസ്റ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് തന്നെ എടുത്താൽ നമുക്കറിയാം, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർ എന്താണ് പറയുക, കുനിഞ്ഞിട്ടാവും നിൽക്കുക അല്ലേ, അവരെ നിവർന്ന് നിൽക്കില്ല. ഇനി അതല്ലെങ്കിൽ ചിലവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താവും, ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കമിഴ്ന്നിരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്താണ്, അതൊക്കെ കാണുമ്പോൾ ഒന്ന് നിവർന്ന് നിൽക്കൂ, ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാതെ ഒന്ന് നിവർന്ന് നിൽക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാതെ നിവർന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? നമ്മൾ നിവർന്ന് നിന്നാലാണ് നമ്മുടെ സ്പൈനൽ കോഡ് അഥവാ നമ്മുടെ വാരിയൽ അല്ലെങ്കിൽ നട്ടൽ നിവരുള്ളൂ. കാരണം നമ്മുടെ നട്ടൽ എപ്പോഴും നിവർന്ന് ഇരിക്കണം, അതൊരിക്കലും കുനിഞ്ഞിരിക്കാൻ പാടില്ല, അത് ശരീരത്തിന് കേടാണ്. പിന്നെ മാത്രമല്ല, അതൊരു ആത്മവിശ്വാസമില്ലായ്മയുടെ ഒരു അടയാളം കൂടിയാണ്. സോ ഇവിടെ ഗുഡ് പോസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. വെൻ എ സെയിൽസ്മാൻ സ്റ്റാൻഡ്സ് ഇറക്റ്റ് വിത്ത് അപ്രൈറ്റ് ആൻഡ് ബാലൻസ്ഡ് ബോഡി, ഹി ലുക്സ് കോൺഫിഡൻറ്റ് ആൻഡ് എലഗൻറ്റ്. ഒരു സെയിൽസ്മാൻ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ അയാൾ അത്രയും ആത്മവിശ്വാസമുള്ളവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുഡ് പോസ്റ്റർ ഓഫ് സെയിൽസ്മാൻ നോട്ട് ഓൺലി ഗിവ് കോൺഫിഡൻസ് ടു എ സെയിൽസ്മാൻ ഹിംസെൽഫ് ബട്ട് ഓൾസോ ഇംപ്രസ് ദ കസ്റ്റമർ ആൻഡ് ഓണർ. നല്ലൊരു പോസ്റ്റർ അതായത് നല്ലൊരു പോസ്റ്റർ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നല്ലൊരു പോസ്റ്റർ നല്ലൊരു ബോഡി പോസ്റ്റർ അയാൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം നൽകും എന്ന് മാത്രമല്ല, ഉപഭോക്താക്കളെയും അതുപോലെ തന്നെ അവരുടെ മുതലാളി ആരാണോ അവരെയും ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അവർക്കും ഒരു ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനോട് ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോന്നൽ വരും. അതായത് അത്രയേ ഉള്ളൂ. ഇംപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു ഇഷ്ടം വരിക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റത്തോടൊരു ഇഷ്ടം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇയാളുടെ പെരുമാറ്റം കൊള്ളാം, അല്ലെങ്കിൽ അയാൾ നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് എന്നുള്ളൊരു ബോധ്യം കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഓണറിനും ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, ഈ നമ്മൾ നട്ടൽ നിവർന്ന് നിൽക്കാതെ കുനിഞ്ഞു നിൽക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയുടെ ഒരു അടയാളമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താണ്, അയാൾക്ക് സ്വയം ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആരാണോ, ഈ സെയിൽസ് റെപ്പ് ആരാണോ
അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയും അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ അവരുടെ മുതലാളി ആരാണോ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു എന്താണ് ഇയാൾ കൊള്ളാം, ഇയാൾ നല്ലൊരു ആത്മവിശ്വാസമുള്ള നല്ലൊരു സെയിൽസ്മാനാണ് എന്നൊരു ബോധ്യം ആർക്കുണ്ടാവും? കസ്റ്റമേഴ്സിനും അതുപോലെ ഓണറിനും ഉണ്ടാകും. അത് എന്താണ് ഗുഡ് പോസ്റ്റർ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയും പറയാനുണ്ട്. അതായത് ഗുഡ് പോസ്റ്റർ ഈസ് എൻ അട്രാക്റ്റിംഗ് എലമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബിസിനസ് ആൻഡ് സെയിൽസ്മാൻ. ഗുഡ് പോസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ, അയാളുടെ എന്താണ് പെരുമാറ്റം, അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അറിയാനും നമുക്ക് പറ്റും. അയാൾ എന്താണ് ഭയങ്കര സ്റ്റേൺ ആണോ, അല്ലെങ്കിൽ അയാൾ ഭയങ്കര വീക്കാണോ, അയാൾ എന്താണ് പെരുമാറാനും അതുപോലെ ജോലി ചെയ്യാനും ഇയാൾ യോഗ്യനാണോ, അതോ ഇയാൾ കുറച്ച് വീക്കാണോ, ഇയാൾക്ക് അത്ര കണ്ട് ഒരു കാര്യപ്രാപ്തി ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കച്ചവടത്തിനും അതുപോലെ തന്നെ സെയിൽസ്മാൻമാർക്കും ഉപയോഗപ്രദമാണ്. അതാണ് ഗുഡ് പോസ്റ്റർ. സോ രണ്ടാമത്തെയാണ് ഗുഡ് പോസ്റ്റർ. ഇനി മൂന്നാമത്തെ നോക്കുക, ഇംപ്രസീവ് അപ്പിയറൻസ്. ദ ഫസ്റ്റ് ഇംപ്രഷൻ ലാസ്റ്റ് ലോങ്. Good appearance of the salesman impress the customers favorably. It builds confidence of salesman to present himself favorably to the prospective customers. Good appearance include cleanliness, grooming and neat clothing. Impressive appearance. അപ്പിയറൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു കസ്റ്റമറിൻ്റെ മുന്നിൽ എങ്ങനെ വേണം നിൽക്കാൻ? നല്ലൊരു അപ്പിയറൻസിൽ വേണം നിൽക്കാൻ. നല്ലൊരു അപ്പിയറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ ഇത്രയേ ഉള്ളൂ. താഴെ പറയുന്ന 3 കാര്യങ്ങൾ എന്താണ്? ക്ലീൻലിനെസ്, ഗ്രൂമിങ് ആൻഡ് നീറ്റ് ക്ലോത്തിങ്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരം, വ്യക്തി ശുചിത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൃത്തിയായിട്ടുള്ളൊരു ശരീരം ആണ്, അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ളൊരു ശരീരപ്രകൃതമായിരിക്കണം ആയിരിക്കും ഉണ്ടാവേണ്ടത്, ഒരു സെയിൽസ്മാൻ ഉണ്ടാവേണ്ടത്. ഗ്രൂമിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അലങ്കാരം എന്നാണ് ഗ്രൂമിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഗ്രൂമിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അലങ്കാരം. അതായത് അദ്ദേഹത്തിൻ്റെ മുടി നല്ല വൃത്തിയിൽ ചീകി വെച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, കയ്യിൽ നഖമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയിരിക്കണം. അതുപോലെ നീറ്റ് ക്ലോത്തിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ജ്വല്ലറിയിലാണ് ഇപ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. എന്താണ് അവിടെയൊക്കെ അവിടുത്തെ സെയിൽസ് സ്റ്റാഫുകളൊക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര ടക്കൊക്കെ ചെയ്ത്, ഇപ്പോൾ കൈ എന്താണ് പറയുക, ഇപ്പോൾ നമ്മൾ ഈ സിനിമ സ്റ്റൈലൊന്നും കൈ മടക്കി വെക്കാതെ നമ്മുടെ വൃസ്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ വെച്ച്, നമ്മുടെ എന്താണ് കൈപ്പത്തിയുടെ ഒക്കെ ആ ഭാഗത്ത് വെച്ച് മടക്കി, മറ്റേ അങ്ങനെ ആ ഭാഗത്തെ ബട്ടണൊക്കെ ഇട്ട് ആയിരിക്കും അവർ നിൽക്കുക. ഇപ്പോൾ ഫുൾ കൈ ഷർട്ടൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും അതെ, അവർ പ്രോപ്പർ ഡ്രസ്സ് തന്നെ ആയിരിക്കും. വീട്ടിൽ നിൽക്കണ പോലെ നൈറ്റിയും ഒന്നിട്ടിട്ടാവില്ലല്ലോ നിൽക്കുക. സോ അതാണ് അവിടെ അതിന് ക്ലോത്തിങ്ങിൻ്റെ കാര്യം പറയണത്. എ ഗുഡ് സെയിൽസ്മാൻ ഷുഡ് ഹാവ് എ സ്മൈലിംഗ് ഫേസ് വിത്ത് എ ക്ലീൻ ഷേവിംഗ് ഹെയർ ആൻഡ് നെയിൽസ് വെൽ കട്ട്. അത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്താണ്, ക്ലീൻ ഷേവിങ് ആയിരിക്കണം. അങ്ങനെ വല്ലാണ്ട് താടിയൊക്കെ വളർത്തി ഒരു പാകിസ്ഥാൻ തീവ്രവാദിയെ പോലെയൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. അതുപോലെ എന്താണ്, നെയിൽസ് വെൽ കട്ട്. എങ്ങനെയാണ്, നമ്മൾ നഖമൊക്കെ നല്ല വൃത്തിയിൽ വെട്ടിയിട്ടുണ്ടായിരിക്കണം. നേരെ ഗ്രൂമിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, എ സെയിൽസ്മാൻ വിത്ത് സ്മൈലിംഗ് ഫേസ് എന്നാണ്. അല്ലേ, നമ്മളിപ്പോൾ ഒരു കടയിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കല്യാൺ സിൽക്സ് പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ടി ടി ദേവസ്യമൊക്കെ പോലത്തെ ജ്വല്ലറിയിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അവർ നമ്മളൊരു ചിരിയോടുക്കനെ ആയിരിക്കും സ്വാഗതം ചെയ്യുക, അല്ലേ? അങ്ങനെ എന്താണ് പറയുക, അവരങ്ങനെ ഒരു ഗൗരവത്തിൽ നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ കടയിലേക്ക് കയറി ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ അത് വരണോ ശല്യം, അങ്ങനെയൊന്നും ചിന്തിക്കില്ല, അല്ലേ? അവർ എന്താണ് നമ്മളോടൊരു വരൂ സാർ, അതെ, ചിരിച്ചുകൊണ്ട് ഒരു വെൽക്കം പറയും, അല്ലേ? വെൽക്കം സാർ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് അവർ പറയും. എന്നിട്ട് എന്താണ്, സാറിന് എന്താണ് വേണ്ടത്, ഇന്ന സാധനമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്നോളൂ എന്ന്, അങ്ങനെ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഇംപ്രസീവ് അപ്പിയറൻസ്. അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ വൃത്തിയോടെ തന്നെ നിൽക്കുക. പറഞ്ഞ പോലെ മുടി ചീന്തി
മുടി ചീന്തി വെച്ച് നഖമൊക്കെ വെട്ടി അങ്ങനെ വേണം. അതുപോലെ നീറ്റ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ടക്കിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഷർട്ടിൽ അങ്ങനെ ചുളിവോ മടങ്ങുകയോ ഒന്നും ഇല്ലാതെ വേണം അങ്ങനെ വസ്ത്രം ധരിച്ച് നിൽക്കുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇംപ്രസീവ് അപ്പിയറൻസിലുള്ളത്. സോ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ഇംപ്രസീവ് അപ്പിയറൻസ്. നാലാമത്തെ പോയിൻ്റാണ് എന്ത്? പ്ലസൻറ്റ് വോയിസ്. വോയിസ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് സെയിൽസ്മാൻസ് ഫീലിംഗ്. ഹിസ് വോയിസ് ഷുഡ് ബി ക്ലിയർ, ഫ്ലുവൻറ്റ്, പ്ലസൻറ്റ് ആൻഡ് ഫോഴ്സ്ഫുൾ സോ ദാറ്റ് ദ കസ്റ്റമേഴ്സ് മേ ലൈക്ക് ടു ഇൻട്രാക്ട് വിത്ത് ഹിം. പ്ലസൻറ്റ് വോയിസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോയിസ് അല്ലേ, ഇപ്പോൾ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വോയിസ് അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു ക്ലയൻറ്റിനോട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനോട്, ഒരു ഉപഭോക്താവിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ വളരെ ഗൗരവത്തിലൊന്നും വർത്തമാനം പറയാനായിട്ട് പാടില്ല അല്ലേ. എങ്ങനെ വേണം വർത്തമാനം പറയാൻ? വളരെ ശാന്തമായ രീതിയിൽ വേണം സംസാരിക്കാൻ. ശാന്തമായ രീതിയിൽ കാര്യങ്ങളെ വളരെ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിൽ വേണം പറയാൻ. അല്ലാണ്ട് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് തൃശ്ശൂർ റൗണ്ടിൽ ചെന്ന് നമ്മുടെ കൂട്ടുകാരോട് വർത്തമാനം പറയുന്ന പോലെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അല്ലേ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ചില ബസ്സുകാരൊക്കെ ബോർഡ് അല്ലെങ്കിൽ ബോർഡല്ല സോറി ഈ ബസ്സുകാരൊക്കെ ഏതൊക്കെ വഴി കൂടെ ഈ ബസ് പോവും എന്നുള്ള കാര്യം വിളിച്ച് പറയൂലേ. അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്ന ബസ്സാണ്, ഇപ്പോൾ എന്താണ് ഇപ്പോൾ തൃശ്ശൂർക്ക് പോണ ബസ്സാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എന്നിങ്ങനെ വിളിച്ച് പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശൂര് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയൊന്നും പാടില്ല. ഇവരെങ്ങനെ വേണം? എന്താണോ പറയുന്നത് അത് വളരെ ശാന്തമായ ശബ്ദത്തിൽ പറയണം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം. സോ അതാണ് പ്ലസൻറ്റ് വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്താണ്, കേട്ടാൽ പേടിക്കുന്ന, അതുപോലെ തന്നെ അത്രേ ഉള്ളൂ, കേട്ടാൽ പേടിക്കുന്ന ശബ്ദമാകാൻ പാടില്ല. അതും ഒരു കാര്യമാണ്. അതെ, അവർക്ക് മനസ്സിലാവണം. അതെ, ഇപ്പോൾ ഇതിൽ പറയണ പോലെ തന്നെ വോയിസ് ഷുഡ് ബി ക്ലിയർ, ഫ്ലുവൻറ്റ്, പ്ലസൻറ്റ്. അതെ, ക്ലിയർ ആയിരിക്കണം, വളരെ വ്യക്തമായിരിക്കണം. എന്താണ് ഇയാൾ പറയുന്നത് വ്യക്തമായിരിക്കണം. ഫ്ലുവൻറ്റ്, അക്ഷരസ്ഫുടതയോടുകൂടി പറയണം. അതെ, അല്ലാണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ച പോലെ ആവരുത്. അക്ഷരസ്ഫുടതയോടുകൂടി പറയണം. അതായത് എന്താണ്, ഇന്നതാണ് ഇയാൾ പറയുന്നതെന്നുള്ളത്, അതെ, വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത് വളരെ കറക്റ്റായിരിക്കണം. അതിപ്പോൾ അതെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ഉണ്ടാവുള്ളൂ, കസ്റ്റമേഴ്സിനെ അവരോട് സംവദിക്കുവാനായിട്ട്, ഇൻട്രാക്ട് ചെയ്യുവാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അടുത്തതാണ് ഗുഡ് ബ്രത്ത്. സോ നാലാമത്തെ പോയിൻ്റാണ് പ്ലസൻറ്റ് വോയിസ്. അടുത്തത് എന്താണ്? ഗുഡ് ബ്രത്ത്. എ ഗുഡ് ബ്രത്ത് ഇംപ്ലൈസ് ദാറ്റ് എ സെയിൽസ്മാൻ ഷുഡ് നോട്ട് ഹാവ് ബാഡ് ഓർഡർ ഫ്രം ഡിഫക്റ്റീവ് ടീത്ത്, swollen gums or stomach disorder. As a salesman with the customer, he must have a good breath. ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഗുഡ് ബ്രീത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കാലത്ത് പല്ല് വെച്ചിട്ട് വേണം ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ. അല്ലെങ്കിൽ എന്താണ്, വായനാറ്റം കാരണം അവർക്ക് നിൽക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എ ഗുഡ് ബ്രത്ത് ഇംപ്ലൈസ് ദാറ്റ് എ സെയിൽസ്മാൻ ഷുഡ് നോട്ട് ഹാവ് എ ബാഡ് ഓർഡർ ഫ്രം ഡിഫക്റ്റീവ് ടീത്ത്. എന്താണ് ബാഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ? അതായത് ഡിഫക്റ്റീവ് ടീത്ത്, അതായത് പുഴുപ്പല്ല് അല്ലെങ്കിൽ കേടായ പല്ല്. സോളൻ ഗംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം എന്താണ്, ഈ പല്ലിൻ്റെ ചുറ്റും ഈ രക്തസ്രാവമൊക്കെ വന്ന് ചോപ്പ് കളറൊക്കെ ഉണ്ടാവും. ഈ ചില ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ കയറി പല്ലേക്കുന്ന നേരത്ത് നോക്കുക, ഈ പല്ലിൻ്റെ ചുറ്റും വളരെ ഇങ്ങനെ ചോന്നിരിക്കുന്നുണ്ടാവും. അതാണ് ഈ സ്വോളൻ ഗംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ സ്റ്റൊമക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ദഹനമില്ലായ്മ. ഈ കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്ന് ഒരു ദഹനം ഇല്ലാത്ത അവസ്ഥ. അതായത് ഒരു സെയിൽസ്മാൻ കസ്റ്റമറിനെ മീറ്റ് ചെയ്യണ സമയത്ത് അയാൾക്ക് നല്ല ശ്വാസമായിരിക്കണം ഉണ്ടാവുക. അതായത് അയാളുടെ ഭാഗത്തു നിന്ന് നല്ല ശ്വാസം. അതായത് നല്ല ശ്വാസം എന്ന് വെച്ചാൽ ഒന്നുമില്ല, കസ്റ്റമറിന് ശ്വാസം കൊടുക്കണം എന്നുള്ളൊരു അർത്ഥമില്ല.
ഇത്രയേ ഉള്ളൂ. എന്താണ് അതായത് കസ്റ്റമറിന് ശ്വാസം കൊടുക്കണമെന്നില്ല. അർത്ഥം അതാണ് ഇത് ഉദ്ദേശിക്കണേ. എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അവർക്കൊരു എന്താണ് ഒരു ചീത്ത മണം നമ്മുടെ മേത്ത് ഉണ്ടാവരുത്, വായനാറ്റം അടിക്കരുത്. ഈ വയറ് ശരിയില്ലാത്തതുകൊണ്ട് വരുന്ന ഒരു പ്രത്യേകതരം നാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഉണ്ടാവരുത്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും നാറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ നിർബന്ധമായും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ വായനാറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്താണ് ഒഴിവാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒഫൻസീവ് ബ്രീത്ത് റെപ്പൽസ് ദ കസ്റ്റമേഴ്സ് ആൻഡ് ഹെൻസ് ഓറൽ ഹൈജീൻ ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഫോർ ഹിം. എന്താണ് ചീത്ത സ്മെല്ല് കസ്റ്റമേഴ്സിനെ പിന്തിരിപ്പിക്കും അല്ലേ. ഇപ്പോൾ വായനാറ്റുള്ളൊരു സെയിൽസ്മാൻ്റെ മുന്നിൽ ഏതെങ്കിലും കസ്റ്റമറിന് നിൽക്കാൻ പറ്റും? ഇപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഓടും അല്ലേ, അല്ലെങ്കിൽ അടുത്ത വേറെ സെയിൽസ് സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകും. സോ അതാണ് ഓറൽ ഹൈജീൻ. അതായത് ഒരു ഹൈജീൻ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ഒരു വൃത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്, വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഈസ് ഗുഡ് ബ്രത്ത് അഥവാ നല്ല ശ്വാസം. അങ്ങനെ ഇതൊക്കെയാണ് ഫിസിക്കൽ ക്വാളിറ്റീസ്. ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് വേണ്ട ശാരീരികമായ സവിശേഷതകൾ അഥവാ ശരീര ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. സൗണ്ട് ഹെൽത്ത്, നല്ല ആരോഗ്യവാനായ ഒരാളാവണം. അല്ലാണ്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ വീഴുന്ന ഒരാൾക്ക് നല്ലൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആവാൻ പറ്റില്ല. അതെ, ഇതാണ് ഇവിടെ പറയുന്നത്. സൗണ്ട് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കാറ്റടിച്ചിട്ട് വീഴുന്ന ആളെന്നൊന്നും പരീക്ഷയ്ക്ക് എഴുതരുത് കേട്ടോ. ഞാനതൊരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. സൗണ്ട് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്രയും അധികം ആരോഗ്യവാനായിരിക്കണം. അതെ, അദ്ദേഹത്തിന് നല്ല എന്താണ് രോഗവിമുക്തനാവണം, രോഗങ്ങളൊന്നും അങ്ങനെ ബാധിക്കാത്ത ഒരാളാവണം, നല്ല സ്റ്റാമിന ഉണ്ടായിരിക്കണം, നല്ലൊരു ഫിസിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് നല്ലൊരു സെയിൽസ്മാൻ ആവാനായിട്ട് പറ്റുള്ളൂ. അതെ, എങ്കിലാണ് അയാൾക്ക് ഇവിടെ പറയുന്ന പോലെ ദെൻ ഓൺലി റോബസ്റ്റ് ഫിസിക് ഓഫ് ദ സെയിൽസ്മാൻ മേക്ക് ദ ജോബ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് മോർ എഫക്റ്റീവ്. അതെ, നല്ലൊരു ഫിസിക്കൽ അല്ലെങ്കിൽ നല്ലൊരു ഫിസിക്കുള്ള ഒരാൾക്ക്, നല്ല ആരോഗ്യമുള്ള ആൾക്ക് നല്ലൊരു സെയിൽസ്മാൻ ആവാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് കാര്യക്ഷമമായി ചെയ്യുവാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ഗുഡ് പോസ്റ്റർ. ഗുഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുക എന്നുള്ള കാര്യം അല്ലേ. നിവർന്ന് നിൽക്കുന്നത് എന്താണ്? ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണ്. അതാണ് ഗുഡ് പോസ്റ്റർ. ഇനി ഇംപ്രസീവ് അപ്പിയറൻസ്. ഇംപ്രസീവ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നഖം വൃത്തിയാക്കുക, നഖം വെട്ടുക, അതുപോലെ നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി ഈ പൊന്തക്കാട് പോലെ വളർന്ന താടിയൊക്കെ വടിച്ച് വൃത്തിയാക്കി പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദാറ്റ് ഈസ് ഇംപ്രസീവ് അപ്പിയറൻസ്. പിന്നെ ഇനി എന്താണ്? ഇംപ്രസീവ് അപ്പിയറൻസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പ്ലസൻറ്റ് വോയിസ്. പ്ലസൻറ്റ് വോയിസ് കൊണ്ട് പറയുന്നത് എന്താ? വളരെ എന്താണ് അതെ ചെവിക്ക് കുഴപ്പം വരാത്ത സൗണ്ട് ആവണം. അതായത് എന്താണ് വളരെയധികം കേൾക്കുമ്പോൾ സുഖം തോന്നുന്ന ശാന്തമായൊരു ശബ്ദമാവണം. അല്ലാണ്ട് കഠോരമായ ശബ്ദത്തിൽ വർത്തമാനം പറയരുത്. നമ്മളെ ഒരു സെയിൽസ് റെപ്പ് എങ്ങനെ വർത്തമാനം പറയണം? ഒരു സെയിൽസ് റെപ്പ് വർത്തമാനം പറയുമ്പോൾ ഒരു പ്ലസൻറ്റ് വോയിസ് വേണം വരാൻ. അതായത് ഒരു ശാന്തമായ സൗണ്ട് വേണം വരാൻ. അല്ലാണ്ട് അലറി വിളിച്ചുകൊണ്ട് സംസാരിക്കരുത്. ഈ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് പോലെ ആവരുത്. അടുത്തത് ഗുഡ് ബ്രത്ത്. ഗുഡ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദഹനമില്ലായ്മ, അതുപോലെ തന്നെ രാവിലെ എണീറ്റ് പല്ല് തേക്കുക, മോണകളൊക്കെ വൃത്തിയിൽ, സോളൻ ഗംസ് അല്ലേ, ഈ രക്തസ്രാവം വന്നിട്ട് ആകെ ചോന്നിരിക്കുന്ന പരിപാടി പാടില്ല. അപ്പോൾ ആ മോണ വൃത്തിയാക്കുക, വായനാറ്റം മാറാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പല്ലേച്ചാൽ മതി. ഇനി പല്ലേച്ചിട്ട് നടക്കണില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വേറെ വല്ല മൗത്ത് വാഷ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വായ വൃത്തിയാക്കണം, മുതലായ കാര്യങ്ങളൊക്കെ. അതാണ് ഗുഡ് ബ്രീത്ത്. സോ എന്തൊക്കെയാണ് ഫിസിക്കൽ ക്വാളിറ്റീസ്? ഒന്നാമത്തെ സൗണ്ട് ഹെൽത്ത്, രണ്ടാമത്തെ എന്താണ് ഒന്നാമത്തെ സൗണ്ട് ഹെൽത്ത്, രണ്ടാമത്തെ ഗുഡ് പോസ്റ്റർ, പിന്നെ ഗുഡ് അപ്പിയറൻസ്, പ്ലസൻറ്റ് വോയിസ്,
ഗുഡ് ബ്രീത്ത്. ഇതൊക്കെയാണ് ഫിസിക്കൽ ക്വാളിറ്റീസ് ഓഫ് എ സെയിൽസ്മാൻ.